മറുനാടൻ മലക്കം പറഞ്ഞു കണ്ടോ, നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഈ മറുനാടനിലെ ഒരു 1.5 മാസം മുമ്പ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഫണ്ട് പിരിക്കാൻ ഇറങ്ങിയത് $40,000 മറ്റൊക്കെയാണ് പറഞ്ഞത്. ഈ സോഷ്യൽ മീഡിയക്കാർക്കൊക്കെ ഇതുപോലെ ഫണ്ട് പിരിക്കാനുള്ള അതോറിറ്റി ആരാ കൊടുത്തത്? ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഫണ്ട് പിരിച്ച് വെട്ടിക്കുന്നവന്മാരുടെയൊക്കെ സ്ഥിരം പരിപാടി എന്താണെന്നോ? ഏതെങ്കിലുമൊക്കെ ചാരിറ്റി ഓർഗനൈസേഷനെ ആദ്യം കുറച്ച് കുറ്റം പറയും, അവൻ വെട്ടിച്ചു ഇവൻ വെട്ടിച്ചു എന്നൊക്കെ ഞങ്ങൾ അവരെ അതിന്റെ കേസുകൾ പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിസിറ്റിയും കൊടുക്കും. അപ്പോൾ പൊതുവെ ഇവരെ അങ്ങ് വിശ്വസിക്കും. എന്നിട്ട് കുറച്ചാളും ഉണ്ടായിരുന്നിട്ട് ഇവർ പതുക്കെ ഫണ്ട് പിരിവുമായിട്ട് ഇറങ്ങും. ആ ഗവൺമെന്റിനെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ മറുനാടൻ എന്ന് പറയുന്ന ആള് യമനിൽ കൊണ്ട് കൊടുക്കാനായിട്ട് കാശ് പിരിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് ബോബി ചേമണ്ണൂര് ഒരു ഫണ്ട് റൈസിംഗ് നടത്തിയായിരുന്നു അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാശുള്ള ആളാണ്, ബിസിനസ്സുകാരനാണ്. അയാളുമായിട്ടൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഈ മറുനാടൻ ഷായ് എന്ന് പറയുന്ന റിപ്പോർട്ടറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നത്. $20,000 കൊടുത്തായിരുന്നു, അവിടുത്തെ ഏജന്റ് പറ്റിച്ചു, ഞങ്ങളുടെ കാശ് പോയി. $20,000 ഇപ്പോഴും കയ്യിലുണ്ട്. കാശ് ആര് കൊടുത്തു? പൊതുജനം കൊടുത്തു. പലരിൽ നിന്ന് കിട്ടിയ സംഭാവനയാണ്. ഇനി ഇവര് കാശ് തിരിച്ചു കൊടുക്കുമോ? എവിടുന്ന് കൊടുക്കാനായിട്ട്? തട്ടിപ്പ് ഏതെല്ലാം തരത്തിലാണ്.